വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. വാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കാനായിൽ വെള്ളം വീണാക്കിയവൻ, കടലിന്റെ മീതെ നടന്നു പോയവൻ. കാനായിൽ വെള്ളം വീണാക്കിയവൻ, കടലിന്റെ മീതെ നടന്നു പോയവൻ. ഹൃദയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്ക് സൗഖ്യമേകി. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എൻ്റെ ദൈവമേ ആരാധന, ഓ എൻ്റെ യേശുവേ ആരാധന, ഓ എൻ്റെ ആത്മനേ ആരാധന. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ എൻ്റെ ദൈവമേ ആരാധന, ഓ തിരുവനീശുവേ ആരാധന, ആത്മനാഥനീശുവേ ആരാധന. ഹല്ലേലൂയ നാഥ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2020 വർഷം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന ഈ വർഷത്തെ നമ്മൾ നന്ദിയോടെ വേണം നോക്കിക്കാണാൻ. നമുക്കേറെ പരാതികൾ പറയുവാനായിട്ടുണ്ടാകും, ഏറെ സങ്കടങ്ങൾ നമുക്കുണ്ടാകും. ഇതാ തമ്പുരാന്റെ മുമ്പിലേക്ക് നമുക്ക് ഈ വർഷത്തെ, അവിടുന്ന് തന്ന ഈ ഒരു വർഷത്തെ നമുക്ക് ജോബിന്റെ വാക്കുകളോട് ചേർന്ന് ജോബ് തന്റെ ഭാര്യയോട് പറയുകയാണ്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കുവാൻ മടിക്കുകയോ? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കുവാൻ മടിക്കുകയോ? വേലൊന്നും ജോബ് തന്റെ നാവ് കൊണ്ട് പാപം ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ആയുസ്സിൽ ദൈവം തന്ന നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എത്ര വർഷക്കാലം നമ്മൾ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ആരോഗ്യവും സമ്പത്തും സൗന്ദര്യവും എല്ലാ നന്മകളും നമ്മൾ ആസ്വദിച്ചു. ഏറെക്കുറെ 2020 നമ്മുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചൊരു വർഷമായിട്ട് പലർക്കും അനുഭവപ്പെട്ടു. ഏറെ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്തവര് പറിച്ചു മാറ്റപ്പെട്ട വേദനയോടെ അനേക കോടിക്കണക്കിന് മക്കളിന്ന് ഈ വർഷം കടന്നു പോവുകയാണ്. ഒരുപാട് പദ്ധതികളും പ്ലാനുകളും ഒരുപാട് സ്വപ്നങ്ങളും എല്ലാം നിലത്ത് വീണ് തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ഈ 2020 ദൈവകരങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ദൈവം തന്ന ഈ 2020 വർഷത്തില് 12 മാസങ്ങളിൽ 365 ദിവസത്തിലാണ് നമ്മൾ. ഒന്ന് ചുറ്റും കണ്ണോടിച്ച് ഇന്നും ആയുസ് തന്നു തമ്പുരാൻ. എന്റെ ആത്മാവിന്റെ കൈകളിൽ നിന്നുണ്ട്. ഏറെ നഷ്ടങ്ങള്, ഭൗതികമായ ഏറെ നഷ്ടങ്ങളുണ്ടെങ്കിലും എന്റെ കൈകളില് എന്റെ ആത്മാവ് ഇന്ന് ദൈവം തന്നിരിക്കുക, ദൈവം വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ദൈവം ജീവനെ കൈകളിൽ കൊടുത്തവൻ. ദൈവം മനുഷ്യന് ദൈവം ജീവൻ കൈകളിൽ കൊടുത്തവൻ. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നോ? ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, ഇതാ മരണവും ജീവനും നിന്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് തെരഞ്ഞെടുക്കാം. ഇഷ്ടമുള്ളത് നിനക്ക് തെരഞ്ഞെടുക്കാം. ജീവിക്കണമോ മരിക്കണമോ എന്ന് ഒരു മനുഷ്യന് തീരുമാനിക്കാൻ അവകാശം ദൈവം കൊടുത്തിരിക്കുക.
ഭൗതികമായിട്ട് ചിന്തിച്ചാൽ ഈ സമയം എനിക്കിന്ന് ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ എനിക്ക് മരിക്കാം. നിയമങ്ങൾ എന്നെ തടയുമായിരിക്കും, മനുഷ്യര് പ്രിയപ്പെട്ടവരെന്നെ തടയുമായിരിക്കും. പക്ഷെ എന്റെ തീരുമാനം. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മളെ നോക്കി പറയുകയാണ്, നിത്യജീവനിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ദൈവം ആ ജീവൻ നമുക്ക് തന്നിരിക്കുക. ഈ ജീവൻ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ജെറമ്യാ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 36-ാം തിരുവചനം കർത്താവ് അരുളി ചെയ്യുന്നു, ഇനി ഒരിക്കലും കർത്താവിന്റെ ഭാരം എന്ന് നിങ്ങൾ പറയരുത്. കർത്താവിന്റെ ഭാരം എന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയരുത്. ഓരോരുത്തരും അവനവന്റെ വാക്കു തന്നെ ഭാരമായി തീരും. എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായി ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് വെച്ചതല്ല 2020 നാശം. കർത്താവ് നൽകിയതല്ല നിന്റെ ദുരിതങ്ങൾ. നീ തേടിപ്പിടിച്ചതാണ്, നീ കൊയ്തതാണ്, നീ വിതച്ചതാണ്, നീ നേടിയെടുത്തതാണ്. ദൈവം ഒരിക്കലും തിന്മ കൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തില് കർത്താവിന്റെ ഭാരം എന്ന് നമ്മൾക്ക് പറയാതിരിക്കാം. ഇത് കർത്താവ് തന്നതാണ്, ഇത് കർത്താവ് എന്റെ മേൽ വെച്ചതാണ് എന്ന് പറയാതിരിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ദുരന്തങ്ങൾ വരും, തകർച്ചകൾ വരും, മരണം സുനിശ്ചിതമാണ്. നൊമ്പരങ്ങൾ ഉണ്ടാകും, വഞ്ചനകൾ ഉണ്ടാകും, ചതികൾ ഉണ്ടാകും. ഇതൊക്കെ സുനിശ്ചിതമായ കാര്യമാണ്. ഇതൊന്നും നമുക്ക് താഴിട്ട് കൂട്ടിയാൽ, ചങ്ങലക്കിട്ടാൽ, അല്ലെങ്കിൽ കഥകടച്ച് കുറ്റിയിട്ടാൽ മാറ്റിവെക്കാൻ പറ്റുന്നൊന്നല്ല. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഈ കാലഘട്ടം അങ്ങനെയാണ്. ഇന്ന് വളരെ സ്നേഹത്തോടെ എന്നെ ഒരു വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വളരെ നല്ലൊരു മനുഷ്യൻ, വളരെ നന്നായി ജീവിച്ച ഒരു മനുഷ്യൻ, സഭക്കും നാട്ടുകാർക്കും മനുഷ്യർക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു മനുഷ്യൻ, നന്നായി ജീവിച്ചു. ഇന്നലെ കൊറോണ ബാധിച്ചു മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ അവസാനമായിട്ടൊന്ന് ചെന്ന് കണ്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരിച്ചു. ഒരു നല്ല അടക്കം കിട്ടിയില്ല. നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവരും അതിലേറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മരണം ഉണ്ടായത് എന്ന ചോദ്യം. പ്രിയപ്പെട്ടവരെ, മറുപടി എനിക്ക് പറയാനില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മരണം? പ്രിയപ്പെട്ടവരെ, മരണം ഏത് രീതിയിൽ എങ്ങനെ വരുമെന്നും, നന്നായി ജീവിച്ചതുകൊണ്ട് നല്ല പൂച്ചെണ്ടുകളും റീത്തുകളൊക്കെ കിട്ടി നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് ആയുസ് 101 തികച്ചു മരിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നന്നായിട്ട് ജീവിച്ച പലരെയും എനിക്കറിയാം. അതിൽ ബൈബിളിൽ ഏറ്റവും നന്നായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് ഈശോ മിശിഹ. കള്ളന്മാരുടെ നടുവിലാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. അവൻ അടക്കപ്പെട്ടത് ആരുടെയോ ഒരു കല്ലറയില്. അങ്ങനെ നീതിമാനായിട്ട് ജീവിച്ചൊരു മനുഷ്യൻ. അങ്ങനെ അവന്റെ ശിഷ്യന്മാരെല്ലാവരും, പ്രിയപ്പെട്ടവരെ, ഭൂമിയില് ദുരന്തങ്ങളും സങ്കടങ്ങളും സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഇല്ല, ഉണ്ടാകില്ല എന്ന് നിങ്ങളോട് ആരും പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ ജീവിതങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു പോകണം. അവരുടെ ഒക്കെ ജീവിതത്തില്, അവരൊക്കെ നൊമ്പരപ്പെട്ട സമയങ്ങളില്, കാലഘട്ടങ്ങളില് അവരെല്ലാവരും സന്തോഷത്തോടെയാണ്, സ്നേഹത്തോടെയാണ്, ആനന്ദത്തോടെയാണ്, അതിലേറെ ദ്രോഹമേൽപ്പിച്ചവരോടൊക്കെ ക്ഷമയോടെയാണ് പെരുമാറിയത്. ചതിക്ക് കൂട്ടുനിന്നവരോടും ചതിച്ചവരോടും കൊല ചെയ്തവരോടുമൊക്കെ
അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചാണ് അവർ കടന്നുപോയത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ജീവിതത്തിൽ ദുരന്തങ്ങൾ വരും, സങ്കടങ്ങൾ വരും. You will not be spared. There will be storms, there will be hurricanes, there will be lot of tormentations and tortures. What the Bible promises is peace, joy, happiness and forgiveness. This is the identity of a Christian. The identity, the very identity of Christian is that he will be joyful, he will be peaceful, he will be forgiving. പ്രിയപ്പെട്ടവരെ, സങ്കടത്തിന്റെ ചെങ്കടലിന്റെ നടുവിൽ നങ്കൂരമിടേണ്ടി വന്നാലും, സങ്കടത്തിന്റെ ചെങ്കടലിന്റെ നടുവിൽ നങ്കൂരമിടേണ്ടി വന്നാലും, ആ സങ്കടത്തിന്റെ ചെങ്കടലിന്റെ നടുവിലെത്തിച്ചവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും പറ്റുന്നവരാണ് ക്രിസ്ത്യാനി. ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ഒരു തിരുവചന സന്ദേശം ഇതാണ്. ജെറമ്യായ 23:36. ജെറമ്യായ 23 chapter 23 verse 36. കർത്താവ് അരുളി ചെയ്യുന്നു, never say ill about God. Never say that God has caused me this pain. Never say that God is not watching over me. God doesn't know anything about me. God doesn't care about me. My dear brothers and sisters, today when we enter into a new year, the beginning message that the Lord gives us is Jeremiah chapter 23 verse 36. The Lord says, don't say, but the burden of the Lord you shall mention no more. For each man his own word becomes the burden, so that you pervert the words of the living God, the Lord of hosts, our God. Never say that the burden of the Lord has caused me this burden. Never say that God has caused me this burden. God never causes any burden to anyone. But God says, your own word had caused you the burden. Hallelujah. Hallelujah. നിങ്ങളുടെ തന്നെ വാക്കുകളാണ് നിങ്ങൾക്ക് ഭാരമായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാൻ പലരോട് പറയുന്ന ഒരു കാര്യമാണ്, നന്മ സംസാരിക്കുക, നന്മ പ്രവചിക്കുക, നന്മ വചിക്കുക, നല്ലതിനെ കുറിച്ച് സംസാരിക്കുക, നല്ല കാര്യങ്ങൾ. പലപ്പോഴും പല മനുഷ്യർക്കും താല്പര്യം എന്താണെന്നറിയാമോ? കേൾക്കാനും പറയാനും താല്പര്യം പരദൂഷണമാണ്, കുറ്റപ്പെടുത്തലുകളാണ്, കഥകളാണ്. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും ലൈക്സും ഒക്കെ കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. വൈറലാകുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നന്മ പറയണം, നന്മ ചിന്തിക്കണം. നന്മയുടെ ചിന്ത നിറഞ്ഞു നിൽക്കുന്ന ഇടത്തുനിന്ന് മാത്രമേ നന്മ നിറഞ്ഞ വാക്കുകൾ പുറത്തേക്ക് വരികയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കന്യാമറിയത്തെ ഗബ്രിയേൽ ദൈവദൂതൻ അഭിവാദനം ചെയ്യുമ്പോൾ പറയുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. ഹല്ലേലൂയ. കൃപ നിറഞ്ഞവളായിരുന്നു മറിയം. നമ്മൾ മലയാളത്തില് പ്രാർത്ഥനയിൽ പറയും നന്മ നിറഞ്ഞവളാണ്. ഈ കൃപയുണ്ടെങ്കിൽ നന്മയുണ്ടാവുകയുള്ളൂ. ദൈവകൃപയാണ് നന്മയുടെ ആധാരം.
ദൈവകൃപയുടെ പൂർണ്ണതയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എല്ലാ നന്മകളും. ദൈവകൃപ നിറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മലാഖമാര് പോലും നമ്മൾ വണങ്ങി ദൈവികമായ ആ പരിവേഷം നമുക്ക് ലഭിക്കുന്നത് അവിടെയാണ്. ദൈവമക്കളായി നമ്മൾ മാറുന്നത് അങ്ങനെയാണ്. ഞാൻ ജനുവരി 1-ാം തീയതി ദൈവമാതാവിന്റെ ദൈവമാതൃത്വ തിരുനാളാണ്. പരിശുദ്ധ കന്യാമറി ദൈവമാതൃത്വ തിരുനാളാണ്. മദർ ഓഫ് ഗോഡ്, ദ ഫീസ്റ്റ് ഓഫ് മദർ ഓഫ് ഗോഡ്, ജനുവരി 1. അവൾ ദൈവമാതാവാകുന്നതിന് മുമ്പ് അവള് ദൈവത്തിന്റെ മകളായിരുന്നു എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുത്രന്റെ അമ്മയായി മാറുന്നതിന് മുമ്പ്, അവള് ദൈവമാതാവായി മാറുന്നതിന് മുമ്പ് അവള് പിതാവായ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളായിരുന്നു എന്നൊരു സത്യം നമ്മൾ മറക്കരുത്. ദൈവത്തിന്റെ അമ്മയാകുവാൻ, ദൈവത്തിൻ്റെതാകുവാൻ, ദൈവത്തിന് പ്രിയപ്പെട്ടവരാകുവാൻ, ദൈവത്തിന് ജന്മം കൊടുക്കുവാൻ ദൈവം അവളെ തെരഞ്ഞെടുക്കാനുള്ള കാരണം അവൾ ലോകത്തിൽ വെച്ച എല്ലാ മക്കളിലും ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു എന്നതാണ്. മറിയം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ്, അവളിൽ നിറഞ്ഞിരുന്ന നന്മയുടെ വിശേഷണം കൊണ്ടിട്ടാണ് ദൈവം അവളെ തന്റെ പുത്രന്റെ അമ്മയാകുവാൻ തെരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. അവൾ ദൈവത്തിന് പ്രിയങ്കരിയായി ജീവിച്ചു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവം നൽകിയ കൃപകളെല്ലാം പാഴാകാതെ, ഒരിക്കൽ പോലും ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൃപയുടെ ആ ഭണ്ഡാരം ഒരിക്കലും ചോർന്നു പോകാതെ, നഷ്ടപ്പെടാതെ, സാത്താനാകുന്ന കള്ളനാൽ കൊള്ളയടിക്കപ്പെടാതെ ആ നന്മകളെല്ലാം അവൾ കരുതി സൂക്ഷിച്ചു വെച്ചത് കൊണ്ടാണ് അവൾ ദൈവത്തിന്റെ അമ്മയാകുവാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിലും ദൈവം ഒരു നന്മ തരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വേണം, എനിക്കൊരു വിടുതൽ വേണം, ഒരു ഡെലിവറൻസ് വേണം. I need a deliverance. I need a gift from God. I need a miracle in my life. My dear brothers and sisters, for you to receive a further blessing from God, you need to accept and utilize the gifts, the blessing that God has already showered on your life. Hallelujah, hallelujah. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നത് അവിടെയാണ്. നമ്മൾക്ക് അബദ്ധം പിടഞ്ഞു പോകുന്നത് അവിടെയാണ്. എവിടെയാണ്? ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ, ദൈവം തന്നിരിക്കുന്ന കൃപകളെ നമ്മൾ പാഴാക്കി കളഞ്ഞിട്ട് പുതിയ കൃപകൾക്ക് വേണ്ടി ചോദിക്കും, പുതിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ചോദിക്കും. ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് തന്ന ഈ മണിക്കൂറുകൾ, ഈ 365 ദിവസത്തിൽ, ഈ 365 ദിവസം ഞാൻ എത്ര ഭംഗിയായിട്ട് ഉപയോഗിച്ചു എന്ന് ചിന്തിക്കുക. ഇന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ മുമ്പ്, ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബത്തെ ഞാൻ വിളിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? എന്താണ് നിങ്ങളുടെ ഭാവി ലക്ഷ്യം? അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ചിന്തിക്കണം. എന്താണ് നിങ്ങളുടെ തീരുമാനം? ഭാവിയെ കുറിച്ചൊരു തീരുമാനം വേണം. പ്രിയപ്പെട്ടവരെ, 2020 തീർന്നു. 2021 കുറിച്ച് നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല. കാരണം ഭീതിയുടെ മുൾമുനയിൽ ലോകം മുഴുവൻ നിൽക്കുകയാണ്. അടുത്തത് എന്താണ്? എയർ സ്പേസ് ഒക്കെ കൂട്ടിക്കെട്ടി എല്ലാവരും സുരക്ഷിതരായിട്ടൊക്കെ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഭയമാണ്. നീ അടുത്തത് എങ്ങനെ, എവിടെ, എപ്പോൾ എന്നൊന്നും അറിയില്ല. കൃത്യമായ വാർത്തകളൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ 2021 പ്ലാനിങ്ങുകളൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. വരട്ടെ, ലോൺ എടുക്കണോ, വീട് വെക്കണോ, കല്യാണം കഴിക്കണോ, മക്കളെ വിദേശത്തേക്ക് വിടണോ, വീട് കെട്ടണോ, വീട് പൊളിക്കണോ, വസ്തു വാങ്ങണോ, ഒക്കെ തീരുമാനം അനിശ്ചിതമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ഈ കുടുംബത്തോട് ചോദിച്ചു, എന്താ തീരുമാനം? വാട്ട് ഈസ് യുവർ പ്ലാൻ? വാട്ട് ഈസ് യുവർ പ്ലാൻ? അവര് എന്നോട് പറഞ്ഞു,
അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ തീരുമാനം എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാ ചെയ്യണം? ഞാൻ പറഞ്ഞു തീരുമാനിക്കാൻ. അപ്പൊ എന്നോട് ചോദിച്ചു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, അങ്ങനെ പ്ലാൻ ചെയ്യാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഞാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്യാലോ. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് അങ്ങോട്ട് ചോദിക്കുക. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്നതാണ് എന്ന് ഞാൻ അറിയുക എന്നുള്ളതാണ്. പറഞ്ഞു അത് കൊള്ളാം. അപ്പൊ എന്നോട് ചോദിച്ചു, കാനഡയിൽ പോകാനാണോ? ഞാൻ പറഞ്ഞു അവിടെയാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരെ, കാനഡയോ അമേരിക്കയോ യൂറോപ്പോ മിഡിൽ ഈസ്റ്റോ കേരളമോ നോർത്ത് ഇന്ത്യയോ എന്നുള്ളതല്ല. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം എന്നെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ തിരി ഉണ്ടാക്കിയ മനുഷ്യന്, ഇത് വാങ്ങിച്ചവനും ഒക്കെ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ഈ തിരി ഉണ്ടാക്കിയ മനുഷ്യനൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? ഇത് വിറ്റിട്ടൊരു വരുമാനം കിട്ടണം, ഇത് തിരിയായിട്ടിരിക്കണം, ഇത് കത്തിച്ച കത്തണം, ഇത് വിൽക്കണം. അയാളുടെ ലക്ഷ്യം അത്രേ ഉള്ളൂ. അയാൾക്കത് കത്തിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ഇത് വാങ്ങിച്ചിട്ട് കത്തിക്കുന്നവൻ കത്തിച്ചാൽ കത്തണം. ഈ തിരി ഉണ്ടാക്കിയ മനുഷ്യന്റെ ലക്ഷ്യം ഈ തിരി കത്തുന്നതാകണം, ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നവൻ ഇത് കത്തിച്ചാൽ കത്തണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ ദൈവം സൃഷ്ടിച്ച തിരികളാണ്. വെളിച്ചമാകാനായിട്ട്, വെളിച്ചം പകരാൻ വേണ്ടി പിതാവായ ദൈവം തന്റെ കൈകൊണ്ട് മെനഞ്ഞെടുത്തവരാണ് ഞാനും നിങ്ങളും. തന്റെ ആത്മാവിന്റെ ജീവൻ നമ്മളിലേക്ക് പകർന്നു, തന്റെ ഊർജം, തന്റെ ശരീരവും രക്തവും നമുക്ക് തന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തെളിച്ചാൽ തെളിയുന്നവരാകണം എന്ന ലക്ഷ്യത്തോടു കൂടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചവരാണെന്ന കാര്യം മറന്നുപോകുക. എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത് ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ തിരി ഇന്ന് പലരും വാങ്ങിച്ചുകൊണ്ട് പോയി. പലരും നമ്മളുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മൾ വെളിച്ചമല്ല കൊടുക്കുന്നത്, ഇരുളാണ് കൊടുക്കുന്നത്. വഴി തെളിച്ചല്ല നമ്മൾ കൊടുക്കുന്നത്, വഴി തെറ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. നേരെയല്ല നമ്മൾ സംസാരിക്കുന്നത്, വളച്ചൊടിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചോ, നോക്കിക്കോ. എന്നെ കൊണ്ട് ഞാൻ തെളിവുള്ളവനാകണം, ഞാൻ വെളിച്ചം കൊടുക്കുന്നവനാകണം, ഞാൻ വെളിവുള്ളവനാകണം, ഞാൻ വെളിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവനാകണം. ദൈവം എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചത് ആത്മാക്കളുടെ രക്ഷക്കാണെന്ന് സാരം. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് രൂപം തന്നത് എന്നാത്തിനാന്നറിയാമോ? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എത്ര ആത്മാക്കളെ രക്ഷിച്ചു? സ്വന്തം ആത്മാവ് തന്നെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ സഹോദര. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അറിയില്ല. ഇന്ന് നീ മരിച്ചാൽ നീ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ നിനക്ക് എന്താ മറുപടി പറയാനുണ്ടാവും? ഇന്ന് ഞാൻ മരിച്ചാൽ എവിടെ പോകുമെന്ന് പറഞ്ഞു ഉറപ്പുള്ളവര് ഒന്ന് പറഞ്ഞേ. ഇന്ന് എന്നെ കർത്താവ് വിളിച്ചാൽ ഞാൻ എങ്ങോട്ട് പോകും എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ആരാധന സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റ് വിജിൽ 24 മണിക്കൂർ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു സമയം, ഒരു ദിവസം. ഇന്ന് മുഴുവനും നമ്മൾ ഈശോടൊപ്പമാണ്. ഈശോ നമ്മൾ നോക്കുകയാണ്. ഈശോയോട് പറയാം, കർത്താവേ, ഞാൻ പല സ്ഥലങ്ങളിൽ, റിസോർട്ടുകളിൽ, പല പല ഇടങ്ങളിൽ, സിനിമാ തിയേറ്ററുകളിൽ ഒക്കെ ഈ ആയുസ്സിൽ ജീവിതത്തിൽ ഓടി നടന്നു. ഒരുപാട് സന്തോഷവും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ
ഇന്ന് നമ്മൾ ഈശോടൊപ്പം ഒരു ഹൃദയത്തിൽ നിന്ന് ഒരു ആഗ്രഹം തമ്പുരാന്റെ മുമ്പിൽ ചുമ്മാ ഒരു ചോദ്യം ഇട്ടുകൊണ്ട്, കർത്താവേ, എന്നെ എന്തിനാ സൃഷ്ടിച്ചത്? എന്നെ കുറിച്ച് നിന്റെ പദ്ധതി എന്താ? നിങ്ങൾ യാത്ര പോയിട്ടുണ്ടാവും പലയിടങ്ങളിൽ. നിങ്ങൾ വണ്ടിയിൽ കയറി ഒരു നല്ല ദീർഘയാത്രയാണെന്ന് കരുതുക. നിങ്ങൾ വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ആ ട്രെയിനിൽ ആരെങ്കിലും ഒരാൾ കടന്നു വന്നു കഴിയുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾ ഇല്ലേ? എന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പരിചയമില്ലാത്ത ആൾ. പക്ഷെ നിങ്ങൾ സംസാരിക്കാതെ ഇരുന്നാൽ ഈ യാത്ര അവസാനിക്കുന്നത് വരെ എന്തെങ്കിലും പരിചയം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ്. നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും? പരിചയം. എന്താ പരിചയം? പറഞ്ഞു വരുമ്പോ ഒരു പക്ഷെ അവര് നമ്മുടെ കൂടെ പഠിച്ചവരുടെ ആരുടെങ്കിലും സഹോദരനാകാം. പറഞ്ഞു വരുമ്പോൾ അവര് നമ്മുടെ ബന്ധുവാകാം. പറഞ്ഞു വരുമ്പോൾ അവൻ നമ്മുടെ സഹായകനായി മാറാം. പറഞ്ഞു വരുമ്പോൾ പിന്നീട് ജീവിതത്തിൽ ആ വ്യക്തി ഒരുപക്ഷെ ജീവിതത്തിൽ ഉടനീളം നമ്മെ സഹായിക്കുന്ന ഒരു വ്യക്തിയായി മാറാം. നല്ല ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവൾ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഈശോ മിശിഹായെ പറ്റി ഒരു സംശയം വേണ്ട. നിങ്ങളൊന്ന് സംസാരിച്ചു തുടങ്ങി, അവനോട് നിങ്ങളൊന്ന് മിണ്ടി നോക്കിക്കേ, ഒന്ന് മുട്ടി നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന ഈ തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളി ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്ന, ആത്മാവിന്റെ ഒരു സ്ഥിതി മനസ്സിലാക്കുന്ന ഇടമാണ് പരിശുദ്ധ കുർബാന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ഈശോയുടെ അരികിലേക്ക് വന്നു കഴിയുമ്പോൾ, എന്റെ തമ്പുരാന്റെ അരികിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ്, ഒരു പ്രത്യേകതയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല, അതെനിക്ക് വരച്ചു കാട്ടാൻ പറ്റുകയില്ല. അത് അനുഭവിച്ചറിയണം. എന്റെ വായിലെ മിഠായിയുടെ രുചി അറിയണമെങ്കിൽ അതേ മിഠായി നിങ്ങൾ വാങ്ങിച്ച് നുണയണം. പ്രിയപ്പെട്ടവരെ, ആ രുചി അറിയുന്ന അനുഭവമാണ് ക്രിസ്തുനുഭവം എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധ കുർബാന. ഈശോയോട് നിങ്ങളൊന്ന് മിണ്ടി നോക്കിക്കേ, ഒന്ന് സംസാരിച്ച് നോക്കിക്കേ. നഥാനിയേൽ വളരെ നിഷ്കപടനായ ഒരു മനുഷ്യനായിരുന്നു. വളരെ നീതിയുള്ള, നിഷ്കളങ്കതയുള്ള മനുഷ്യനായിരുന്നു നഥാനിയേൽ. എന്നാൽ നഥാനിയേൽ ഈശോ മിശിഹായെ കണ്ടെത്തുമ്പോൾ ഒരു സംശയം അവന്റെ ഉള്ളിൽ നിഴലിച്ചിരുന്നു. കാരണം നസ്രത്തിൽ നിന്ന് ഒരു പ്രവാചകന്മാരും വരികയില്ലെന്ന് തിരുവെഴുത്തുണ്ട്. എങ്ങനെ ഈശോ മിശിഹ എന്നറിയപ്പെടുന്ന ഈ നസ്രായനായവൻ പ്രവാചകനോ മിശിഹായോ ആകാൻ തരമില്ല എന്ന് ഒരു സംശയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ആ സംശയം അവൻ ഈശോ മിശിഹായുടെ മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. അവിടെ ഈശോ അവനോട് പറയുകയാണ്, നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരുന്നപ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്തിമരത്തിന്റെ ചുവട്ടിൽ നീ ആയിരുന്നപ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു. അത്തിമരത്തിന്റെ ചുവട്ടിൽ, ഈ അത്തിമരത്തിന്റെ ചുവട്ടില് നഥാനിയേൽ എന്നാ എടുക്കുകയായിരുന്നു? നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു?
യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ്, നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഫിലിപ്പോസ് അങ്ങോട്ട് വന്ന് നിന്നെ കണ്ട് നിന്നെ ഈശോ മിശിഹായുടെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പദ്ധതിയിട്ട് പ്ലാനിട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ അറിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭാഗ്യമാണെന്നറിയോ നമ്മളെ അറിയുന്ന കർത്താവ്. പക്ഷെ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത് എന്ന് ഈശോ പറഞ്ഞപ്പോൾ അവനത് വിശ്വസിച്ചു. കാരണം എന്താണെന്നറിയാവോ, അവന്റെ സംശയം എല്ലാം മാറി. ഈ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നാണ് അവൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലായിരുന്നു. വരാനിരിക്കുന്ന രക്ഷകന് വേണ്ടിയുള്ള ദാഹത്തോടെയുള്ള പ്രാർത്ഥനയോടുകൂടി അത്തിമരത്തിന്റെ ചുവട്ടിൽ അവൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യഹോവേ, നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിന്റെ പുത്രനെ വേഗം അയക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, മിശിഹായെ നൽകണമേ എന്ന അവന്റെ പ്രാർത്ഥന കണ്ടവൻ ദൈവം മാത്രമാണെന്ന് നഥാനിയേലിന് അറിയാം. കാരണം മറ്റാരും അറിയാത്ത ഒരു രഹസ്യമാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്നത് അറിയുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ഈശോയോടൊന്ന് പറഞ്ഞ്, ഈശോ എന്നോടൊന്ന് മിണ്ടുക, എന്നോടൊന്ന് സംസാരിക്കുക, എനിക്ക് നിന്റെ സ്വരം കേൾക്കണം, എനിക്ക് നിന്നെ കാണണം ഈശോയെ, എനിക്ക് നിന്നെ അനുഭവിക്കണം ഈശോയെ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. എനിക്കിന്ന് 43 വയസ്സുണ്ട്. 43 വയസ്സ് കഴിഞ്ഞു. 44ലേക്ക് പ്രവേശിക്കുകയാണ് 2021. 16ാമത്തെ വയസ്സിലാണ് സെപ്റ്റംബർ 11-ാം തീയതി 1993 ഞാൻ ഈശോയെ അറിയുന്നത്, ഈശോയെ കേൾക്കുന്നത്. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വലിയ അനുഭവമുണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ എന്നെ വിളിച്ചു. എന്റെ ദൈവാനുഭവം അവിടെ ആരംഭിച്ചതാണ്. 16ാമത്തെ വയസ്സില് എന്റെ അപ്പൻ ഹിന്ദു ആയിരുന്നു, എന്റെ അമ്മ ക്രിസ്ത്യാനി ആയിരുന്നു. പള്ളിയിൽ പോകുമെന്നല്ലാതെ മറ്റു വലിയ ഭക്ത അഭ്യാസങ്ങളോ പ്രാർത്ഥനകളോ ബൈബിളോ ഒന്നും അറിയാത്ത ഒരു പ്രായം. ബൈബിൾ എന്താണെന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ ബൈബിൾ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത, ഒരു സമ്പൂർണ്ണ ബൈബിൾ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത പ്രായം. ഒരിക്കൽ പോലും ജീവിതത്തിൽ ബൈബിൾ വായിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഈ 16ാമത്തെ വയസ്സിലാണ് ഞാൻ ഈശോയെ കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയണം, ഈശോ എന്നെ കണ്ടെത്തുമ്പോൾ എൻ്റെ വീട്ടുകാരോ ഒക്കെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ഈശോ പറയുന്ന ഇടങ്ങളിലേക്ക്, പറയുന്ന വീടുകളിലേക്ക്, വഴിക്കവലുകളിലേക്ക്, കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒക്കെ പോയി ഈശോയെ പകർന്നു കൊടുക്കുമായിരുന്നു. അന്നു മുതൽ ഇന്നു വരെ എൻ്റെ തമ്പുരാൻ എന്നോട് പറയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു സർപ്രൈസുകളും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി അങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല. പക്ഷെ ഇന്ന് വരെ കർത്താവ് എന്നോട് ആലോചന ചോദിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നോട് ആലോചന ചോദിക്കാൻ ഞാൻ ആരാ? അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നോട് ആലോചന ചോദിക്കാൻ ഞാൻ ആരാ? പക്ഷെ അവൻ എന്നോട് പലപ്പോഴും എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും. നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഞാൻ ചെയ്തു തരട്ടെ, ഇതല്ലേ നല്ലത്. ഞാൻ എന്തു പറഞ്ഞാലും ഈശോ പറയുന്നതേ ഞാൻ കേൾക്കൂ, ഈശോ പറയുന്നത് മാത്രം മതി എന്നാ ഞാൻ പറയാം. ഹല്ലേലൂയ. അപ്പൊ ചിലപ്പോഴൊക്കെ വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകും. നല്ല നൊമ്പരങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ചില തീരുമാനങ്ങൾ കയ്പ് നിറഞ്ഞതാകും, ചില തീരുമാനങ്ങൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതാകും. പക്ഷേ അതിൻ്റെ പര്യവസാനം ഒരാത്മരക്ഷയാണ്. ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ക്ലിഷ്ട മാർഗങ്ങളിലൂടെ അവിടെ തന്നെ നയിക്കാറില്ല. ക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ്. നമുക്ക്
മനുഷ്യബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ, തീരുമാനിച്ചാൽ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ചില കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് നമ്മളെ നോക്കി ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്റെ കൂടെ വരട്ടെ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് ഭയമാണ്. കർത്താവിനെ കൂടെ കൂട്ടിയ ചില സ്വകാര്യതകളൊക്കെ നഷ്ടപ്പെടും, ചില സന്തോഷങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും.